നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. PSC പഠിക്കുന്നവർക്കായിട്ട് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഏതൊരു PSC എക്സാമിന് നോക്കിയാലും പഠിക്കേണ്ട കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ SCRTയെ ബേസ് ചെയ്താണ്. അത് പഴയ SCRTയും അതുപോലെ തന്നെ പുതിയ SCRT ബേസ് ചെയ്തും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ PSC പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് SCRT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റാങ്ക് ഫയലിനെ ബേസ് ചെയ്ത് പഠിച്ചാൽ മാത്രം പോരാ. അതുപോലെ റാങ്ക് ഫയലിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ പഠിക്കേണ്ടാത്ത കുറേ ടോപ്പിക്കുകളും വന്നു ചേരുന്നു, അല്ലെങ്കിൽ ചോദിക്കാത്ത കാര്യങ്ങളും വന്നു ചേരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട് പഠിക്കാൻ എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്കത് പഠിക്കാൻ പറ്റാതെയാകുന്നു, ഓർത്ത് വയ്ക്കാൻ പറ്റാതെയാകുന്നു. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് റാങ്ക് ഫയൽ നോക്കി പഠിക്കുമ്പോഴും ഈ ഒരു കണക്ഷൻ വിട്ടുപോകുന്നു. നമുക്ക് റാങ്ക് ഫയൽ ആവശ്യമല്ല എന്നല്ല, പഠിക്കാം. പക്ഷേ SCRT പഠിച്ച് നമുക്കൊരു ബേസ് ഉണ്ടാക്കി എടുക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ബേസ് ഉണ്ടാക്കി എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ PSCക്ക് വേണ്ടിയിട്ടുള്ള SCRT എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടും SCRT സയൻസ്, അതുപോലെ SCRT സോഷ്യൽ സ്റ്റഡീസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. മലയാളത്തിനാണെങ്കിലും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെയും കവികളെ പറ്റിയും കൃതികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ PSCയിൽ നമുക്ക് SCRT ഞാൻ പറഞ്ഞു, മെയിനായിട്ടും നമുക്ക് സയൻസ് നോക്കണം, അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് നോക്കണം. ഈ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല പല പ്ലേലിസ്റ്റിലായിട്ട് സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, IT അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നമ്മൾ തുടക്കം മുതൽ തന്നെ ഒരു ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്കായിട്ട് ഒരു പുതിയ സീരീസ് ആയിട്ട് തന്നെ തുടങ്ങുകയാണ്. അതായത് 5ാം ക്ലാസ് മുതൽ നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്തിട്ട് ഓരോരോ സബ്ജക്റ്റ് കവർ ചെയ്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിചാരിക്കുന്നത് സയൻസോ സോഷ്യൽ സയൻസോ ഏതെങ്കിലും ഒന്ന് നമുക്ക് കവർ ചെയ്യാം. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഏതാണ് ആദ്യം തുടങ്ങേണ്ടതെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ 5ാം ക്ലാസ്സിലെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ വീഡിയോ ആയിട്ടാണ് ചെയ്യുക. 5ാം ക്ലാസ്സിലെ ആണെങ്കിൽ 5ാം ക്ലാസ്സിലെ ഇപ്പോൾ ആദ്യത്തെ ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ ചാപ്റ്റർ 1, അതിനുശേഷം 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് തുടക്കം മുതലേ ഇതിൽ ജോയിൻ ചെയ്ത് പഠിച്ചു പോകാൻ താല്പര്യമുള്ളവർ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. PDF അല്ലാതെ SCRT ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം, നോട്ട് ഉണ്ടാക്കാം. അതല്ല ഇനി നിങ്ങൾക്ക് PDF ഉള്ളൂ എങ്കിൽ PDF നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ട് ചെയ്യാം. PDF ആണെങ്കിൽ നിങ്ങൾ നോട്ട്സ് മാത്രം കുറിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു സീരീസിൽ ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഫോർ ഓളും നിങ്ങൾ പ്രസ് ചെയ്ത് വയ്ക്കുക. കാരണം നമുക്ക് ഡെയിലി ബേസിസിലാണ് നമ്മൾ ഈ ക്ലാസ്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു തുടക്കം മുതൽ ആ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. തയ്യാറായവർ താഴെ കമൻറ്റ് ചെയ്യുക. ഏത് പരീക്ഷയ്ക്കാണ് ഇനി നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്നത് എന്നും താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.